നമസ്കാരം. ഇന്നത്തെ ബി.ജെ.പി. പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പട്ടികയിൽ ശാസ്തമംഗലം എന്ന VIP വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. ഈ സ്ഥാനാർത്ഥിക്ക് കേരളത്തിലെ ആർക്കും പരിചയപ്പെടുത്തേണ്ട ഒരു പേര് കാര്യമില്ല. ആർക്കും പരിചയപ്പെടുത്താത്തൊരു മുഖമാണിത്. പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത മുഖമാണ്. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇത്. നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ മികച്ച പോലീസ് ഉദ്യോഗസ്ഥയായിരുന്നു. രാഷ്ട്രീയത്തിലും അത് ശോഭിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? സംശയം എന്താ? നമ്മൾ ആത്മാർത്ഥത എവിടെയാണെങ്കിലും ശോഭിക്കും. ആത്മാർത്ഥമായിട്ട് പ്രവൃത്തി ചെയ്താൽ, സേവനം മുൻനിർത്തി പ്രവൃത്തി ചെയ്താൽ എവിടെയാണെങ്കിലും ഉന്നമനവേ നന്മയുണ്ടാവും. ആ ഒരു പ്രതീക്ഷയുണ്ട്. ഈ കോർപ്പറേഷൻ, തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തവണ പിടിക്കണമെന്ന വാശിയോട് കൂടിയാണ് BJP നിൽക്കുന്നത്. അപ്പം ഇതിൽ BJPക്ക് സാധ്യത കോർപ്പറേഷൻ പിടിക്കാൻ സാധിക്കുമെന്നും ഒരു നല്ലൊരു വിജയം കാഴ്ചവെക്കാൻ കഴിയുമെന്നും മാഡം തോന്നുന്നു. ഉറപ്പാണ്, തീർച്ചയായിട്ടും സാധിക്കും. അനന്തപുരി വികസിത അനന്തപുരി ആക്കി മാറ്റാനും ഇപ്പോഴുള്ള അഴിമതിയും കെടുകാര്യസ്ഥതയും മാറ്റി ഒരു നല്ല സ്ഥലമാക്കി മാറ്റാനായിട്ടുള്ളൊരു ശ്രമമാണ്. ഞാൻ തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന ആളാണ്. എനിക്ക് പരിചയമുള്ള നാടാണ്. എനിക്ക് ഇമോഷണലായിട്ട്, ആത്മീയമായിട്ട് വളരെയധികം അടുപ്പമുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു വിജയത്തിലേക്കുള്ള പാത തന്നെയാണ്. ഈ കോർപ്പറേഷൻ നമ്മൾ പിടിച്ചെടുക്കുകയും ചെയ്യും. 2026 നിയമസഭയിൽ വൻ വിജയം നേടുകയും ചെയ്യും. എല്ലാവിധ ആശംസകളും നേരുന്നു.